സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്ന വീഡിയോ പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സ്വാമി വിവേകാനന്ദനെ ഓർമ്മയില്ലേ? കേരളം ഒരു ഭ്രാന്താലയമല്ല, ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് എന്ന സത്യം നമുക്കൊക്കെ അറിയാം. ബൈബിൾ പരിശോധിക്കുമ്പം സ്വർഗത്തിൽ കാണുമെന്ന് ഉറപ്പുള്ളൊരു കൂട്ടം കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, ഒരു ശിശുവിനെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്നൊക്കെ. പക്ഷെ കേരളം ഇങ്ങനെ പോയാൽ ഏതാനും നാളുകൾക്കുള്ളിൽ ഭ്രാന്താലയത്തിന് പകരം ഒരു വൃദ്ധാലയമായി തീരും എന്നത് സത്യമാണ്. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്ന ഈ വീഡിയോയിൽ നമ്മൾ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട് ഒരു വൃദ്ധസദനമായി മാറുമോ? 2024 നമ്മുടെ സംസ്ഥാനത്തിലെ ജനനമരണ നിരക്കുകളുടെ വ്യത്യാസത്തെക്കുറിച്ചുള്ളൊരു കണക്ക് കേരളത്തിലെ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗം ഈ കഴിഞ്ഞ നാളുകളിൽ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിൽ പറയുന്നതനുസരിച്ച് കേരളത്തിലെ ആകെ ജനസംഖ്യ 3,57,58,000 1,71,56,000 പുരുഷന്മാരും 1,86,02,000 സ്ത്രീകളുമാണ്. ഈ കണക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു സത്യം, കേരളത്തിൽ പുരുഷന്മാരെക്കാൾ അധികം സ്ത്രീകളാണ് എന്നതാണ്. 2023 3,93,231 കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോൾ 2024 3,44,766 കുറഞ്ഞു. 50.78% ആൺകുട്ടികളും 49.22% പെൺകുട്ടികളുമാണ് 2024 കേരളത്തിൽ ജനിച്ചത്. ഇതിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കണക്ക്, കേരളത്തിലെ ജനന നിരക്ക് 2023 11.6 ആയിരുന്നത് 2024 9.64 കുറഞ്ഞു. അതായത് കേരളത്തിലെ ഒരു വർഷത്തെ വ്യത്യാസം ചിന്തിക്കുമ്പം ജനന നിരക്ക് 1.42 കുറഞ്ഞു എന്ന് പറയുമ്പോൾ ഈ കേരളത്തിൻ്റെ ഒരു പോക്ക് എങ്ങോട്ടാണ് എന്ന് നമ്മൾ ആത്മപരിശോധന ചെയ്യണം എന്നതിൽ തർക്കമില്ല. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനന നിരക്ക് ആലപ്പുഴ ജില്ലയിലാണ്, 5.28. പക്ഷേ കേരളത്തിലെ ഏറ്റവും കൂടിയ ജനന നിരക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് മലപ്പുറത്താണ്. മലപ്പുറത്തെ 2024 ജനന നിരക്ക് 15.16. ഇത് കേരളത്തിൻ്റെ ആകെ ജനന നിരക്കിനേക്കാൾ 5.9 കൂടുതലാണ്. 2024 98.33% ജനനവും നടന്നത് ആശുപത്രികളിലോ മറ്റു പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലോ ആയിരുന്നു എന്നത് കേരളത്തിൻ്റെ ആരോഗ്യസ്ഥിതി ഒരുപാട് മെച്ചപ്പെട്ടു എന്നതിൻ്റെ സൂചനയാണ്. കേരളത്തിൽ പിറന്ന കുഞ്ഞുങ്ങളിൽ 43.23% കുഞ്ഞുങ്ങളും പിറന്നത് സിസേറിയനിലൂടെയാണ് എന്നതും മറ്റൊരു വ്യത്യസ്തതയാണ്. 25 വയസ്സ് മുതൽ 29 വയസ്സ് വരെയുള്ള അമ്മമാരാണ് അധികം കുഞ്ഞുങ്ങൾക്കും ജന്മം നൽകിയത്. ഇനി 2010 മുതലുള്ള ജനന നിരക്കിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരമ്പരപ്പുളവാകും. 2010 ജനന നിരക്ക് 15.75 ആയിരുന്നു. എന്നാൽ അത് 2024 എത്തുമ്പം അതേതാണ്ട് 9.64 കുറഞ്ഞിരിക്കുന്നു എന്നത് തീർച്ചയായും അന്തരം ഏറെ കൂടിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ മറ്റൊരു സൂചനയാണ്. കേരളത്തിൽ 2023 മരിച്ചവരുടെ എണ്ണം പരിശോധിക്കുമ്പം അതേതാണ്ട് 3,04,286 ആയിരുന്നു. എന്നാൽ 2024 മരണനിരക്ക് പരിശോധിക്കുമ്പം അതേതാണ്ട് 3,13,553 ഉയർന്നു എന്നതും ഭയപ്പെടുത്തുന്ന മറ്റൊരു സത്യമാണ്. 2023 മരണനിരക്ക് 8.57 ആയിരുന്നു. എന്നാൽ 2024 വരുമ്പം അത് 8.77
വർദ്ധിച്ചു. 2023 പോലെ തന്നെ ഉയർന്ന മരണനിരക്ക് രേഖപ്പെടുത്തുന്ന ജില്ല കോട്ടയമാണ്. 2024 ഏറ്റവും കുറഞ്ഞ മരണനിരക്ക് രേഖപ്പെടുത്തുന്ന ജില്ല മലപ്പുറമാണ്. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കുറഞ്ഞ മരണനിരക്കും കൂടിയ ജനനനിരക്കും എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. ഈ മരണനിരക്കിൻ്റെ കാരണങ്ങൾ നമ്മൾ പരിശോധിക്കണം. കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഏറ്റവും അധികം ആളുകൾ 2024 കേരളത്തിൽ മരിച്ചത് ഹൃദയാഘാതവും അർബുദവും കാരണമാണ്. ഏതാണ്ട് 43.7% ആളുകൾ മരിച്ചത് ഹൃദയാഘാതം മൂലമാണ്. ഏതാണ്ട് 16.48% പേര് 2024 കേരളത്തിൽ മരിച്ചത് അർബുദ ബാധ മൂലമാണ്. അതിൻ്റെ തൊട്ട് പിന്നിലെ മരണകാരണം ആസ്മയാണ്. അതേതാണ്ട് 10.77% വരും. ജനന മരണ നിരക്കുകൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് നോക്കാം. 2024 ഹിന്ദു മതവിശ്വാസികളായ അമ്മമാർക്ക് ജനിച്ചത് 1,36,163 കുട്ടികളും ക്രിസ്തുമത വിശ്വാസികളായ അമ്മമാരിൽ നിന്നും ജനിച്ചത് 48,476 കുട്ടികളും ഇസ്ലാം മതവിശ്വാസികളായ അമ്മമാർക്ക് ജനിച്ചത് 1,59,088 കുഞ്ഞുങ്ങളും മറ്റുള്ളവർക്ക് 318 കുഞ്ഞുങ്ങളും മതമില്ല എന്ന് വാദിക്കുന്ന ആളുകൾക്ക് 721 കുട്ടികളുമാണ് ജനിച്ചത്. 1,87,079 പേരാണ് ഹൈന്ദവ മതത്തിൽ നിന്നും മരണപ്പെട്ട് പോയത്. 62,471 പേർ ക്രിസ്തു മതത്തിൽ നിന്നും മരിച്ചു. ഇസ്ലാം മതവിശ്വാസികളായ 63,172 പേരാണ് മരിച്ചത്. ഇനി ജില്ലാ അടിസ്ഥാനത്തിൽ നോക്കുമ്പം തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ എന്നീ ജില്ലകളിൽ മരണം ജനനത്തേക്കാൾ കൂടുതലായിരുന്നു. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, പ്രകൃതിയിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു സന്തുലിതാവസ്ഥയുണ്ട്. അതിനെ മനുഷ്യൻ്റെ തീരുമാനങ്ങളിലൂടെ തകർക്കരുത്. ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ലോകത്തിൽ ഈ പ്രപഞ്ചം തന്നെ നിലകൊള്ളുന്നത് ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. ദൈവം ദാനമായി നൽകുന്ന ജീവനെ മനുഷ്യൻ്റെ പദ്ധതികൾ കൊണ്ട് അട്ടിമറിക്കാതെ ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് കീഴ്പ്പെട്ട് സ്വീകരിക്കാൻ നാം തയ്യാറാകണം. അല്ലെങ്കിൽ നാം ആദ്യം പറഞ്ഞത് സംഭവിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കേരളം ഒരൊറ്റ വൃദ്ധാലയമായി തീരും.